Hi all, welcome to Competitive Cracker. ഞാൻ അവന സന്തോഷ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറ്റ് എക്കണോമിക്സ് എക്സാമിന് എല്ലാ മൊഡ്യൂൾസിലും ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇനി നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും മൈക്രോ ആണെങ്കിലും മാക്രോ ആണെങ്കിലും ആ ഏരിയാസിൽ നിന്നാണ് സാധാരണഗതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആണ്. 4 മൊഡ്യൂളുണ്ട്. ആ 4 മൊഡ്യൂളുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. കൺസ്യൂമർ ബിഹേവിയർ ആണ് ആദ്യത്തെ വരുന്നത് കേട്ടോ. നമ്മുടെ സിലബസിൽ പേര് തെറ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, യൂട്ടിലിറ്റി ഫംഗ്ഷൻ, ഡിമാൻഡ് അനാലിസിസ്, പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഹിക്സ്-സ്ലട്സ്കി എഫക്റ്റ്, റിവീൽഡ് പ്രിഫറൻസ് തിയറി, ചോയ്സ് ആൻഡ് അൺസർട്ടനിറ്റി, റീസൺ ഡെവലപ്മെന്റ് ഡിമാൻഡ് തിയറി, ലെസ് സെസ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഈ റീസൺ ഡെവലപ്മെന്റിൽ വരുന്നതാണ് ഈ ലെസ്സും സെസ് ഡിമാൻഡ് ഫംഗ്ഷൻ. അതായത് നമ്മുടെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ വരില്ലേ നമ്മുടെ പ്രൊഡക്ഷനിൽ, അതല്ല കേട്ടോ. Dynamic version of demand, duality, indirect utility function, bandwagon, snowball, Veblen effect. ഇത് ഇത്രയാണ് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലുള്ളത്. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ ആദ്യം തന്നെ യൂട്ടിലിറ്റി എന്താണ്, ഡിമാൻഡ് എന്താണ് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. ഈവൻ ഇഫ് ആ ചോദ്യങ്ങൾ ചോദിക്കില്ലെങ്കിലും എന്താണ് ഡിമാൻഡ് എന്താണ് യൂട്ടിലിറ്റി എന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷേ നമ്മൾ എന്താണ് ഡിമാൻഡ് എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ ആദ്യം തൊട്ട് തന്നെ തുടങ്ങുക. ഇനി നമ്മൾ എനിക്കൊന്നും അറിയില്ലെങ്കിൽ എന്താണ് ആദ്യം തൊട്ട് തന്നെ തുടങ്ങുക. നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സ്കിപ്പ് ചെയ്യാന്നല്ല, ഒന്ന് ഓടിച്ച് പഠിച്ചു പോയാൽ മതി. അപ്പോൾ പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. പക്ഷേ പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ കുട്ടികൾ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം. അത് മാത്രമല്ല ഇൻഫീരിയർ ഗിഫ് ആൻഡ് ഗുഡ്സിൻ്റെ ഒക്കെ കേസിൽ അവരുടെ പ്രൈസ് എഫക്റ്റ് എങ്ങനെ, അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എങ്ങനെ, അവരുടെ ഇൻകം എഫക്റ്റ് എങ്ങനെ, ആ ഒരു ടേബിള് പഠിച്ചിരിക്കുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും അത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് ഐസി എന്താണെന്ന് ചോദിച്ചില്ലെങ്കിലും നമ്മുടെ ഇക്വിലിബ്രിയം ടാൻജൻസി പോയിന്റിനെയൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഞാനിങ്ങനെ ചോദിക്കാം, നമുക്ക് ഈ ടാൻജൻസി പോയിന്റിൽ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഇക്വേഷനൊക്കെ വെച്ച് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയോ. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് MRS XY ഈക്വൽ PX/PY എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ ആവുന്ന പോയിന്റ്. അതായത് എന്താണ് ടാൻജൻസി ഓഫ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിൻ്റെയും ബഡ്ജറ്റ് ലൈനിൻ്റെയും ടാൻജൻസി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്. കാരണം എന്താണ് MRS XY എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഐസിയും PX/PY എന്ന് പറയുന്നത് എന്താണ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈനുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏരിയാസ് നമ്മൾ ഇതിൽ നിന്ന് മാക്സിമം എന്തൊക്കെ പഠിക്കാൻ പറ്റും അതൊക്കെ പഠിക്കാം. പെട്ടെന്ന് നിങ്ങൾ ഗോസിൻസ് ഫസ്റ്റ് ലോ ഏതാണെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് അറിയാൻ പറ്റും? എന്താണ് ഗോസിൻസ് ഫസ്റ്റ് ലോ, അല്ലെങ്കിൽ ഗോസിൻ്റെ സെക്കൻഡ് ലോയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയോ? മിക്കവർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്തവരും ഉണ്ടാവും അല്ലേ. ഗോസിൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയാണ്. ഈവൻ ഇഫ് നമുക്ക് എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് അറിഞ്ഞാൽ പോലും ഗോസിൻ്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത, ഈവൻ ഇഫ് നമുക്ക് അറിയുമെങ്കിലും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ എങ്ങനെയൊക്കെ ഈ ഏരിയാസ് ഫോക്കസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഏരിയയിൽ മാക്സിമം എന്തൊക്കെ അതിന് പേരുണ്ട്, എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിച്ചിട്ട് പോവുക കേട്ടോ. പിന്നെ ഹിക്സ്-സ്ലട്സ്കി എഫക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഭയങ്കര റിവീൽഡ് പ്രിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ചോദ്യം പ്രതീക്ഷിച്ച് പോയാൽ മതി. അൺസർട്ടനിറ്റിയുടെ ബേസിലും ചോദ്യം ഇഷ്ടം പോലെ ചോദിക്കാം. ഇനി റീസെന്റ് ഡെവലപ്മെന്റിൽ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം, കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നമുക്ക് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ഡിമാൻഡ് തിയറി തന്നെ. അതിൽ നിന്ന് ഒരു ചോദ്യം വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വെബ്ലൻ സ്നോ ബാൻഡ് വാഗൻ എഫക്റ്റ്, ഈ ഒരു ഏരിയയെ പറ്റി സ്ഥിരം ഭയങ്കര ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെബ്ലൻ എഫക്റ്റിനെ പറ്റി ഡയറക്റ്റ് ആയിക്കോട്ടെ, ഈവൻ 2025 വരെ ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഏരിയയാണ് ബാൻഡ് വാഗൻ ആൻഡ് സ്നോ വെബ്ലൻ. ഈ 3 പേരെ പറ്റിയിട്ടും സ്ഥിരം ഞാൻ അല്ലെങ്കിൽ ഒരു പാറ്റേൺ മാറ്റിയായിരിക്കും ചോദിക്കുന്നത്. ഒന്നില്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ വെബ്ലനെ മാത്രമായിട്ട് ചോദിക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് പാറ്റേൺ മാറ്റുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുക. ബാൻഡ് വാഗൻ പ്രശ്നം ഉണ്ടാവില്ല, സ്നോബും വെബ്ലനും മാറിപ്പോകാനുള്ള സാധ്യതയൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ ഈ ഒരു ഏരിയയിൽ നിന്ന്.
The concept of conspicuous consumption is most closely associated with conspicuous consumption എന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവന്നത്? നമുക്ക് മൂന്ന് ഈ എഫക്റ്റുകളെ പറ്റി പറയില്ലേ, സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വെബ്ലൻ എഫക്റ്റ് ആണ്. അത് തോട്ട്സ്റ്റെയിൻ വെബ്ലൻ എന്ന് പറയുന്ന അമേരിക്കൻ എക്കണോമിസ്റ്റ് 1899 അദ്ദേഹത്തിന്റെ ബുക്കായുള്ള ദ തിയറി ഓഫ് ദ ലെഷർ ക്ലാസ് എന്ന് പറയുന്ന ബുക്കിലാണ് കേട്ടോ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ആരാ കൊണ്ടുവന്നത്? തോട്ട്സ്റ്റെയിൻ വെബ്ലൻ എന്ന് പറയുന്ന ആളാണ് കേട്ടോ ഇത് കൊണ്ടുവന്നത്. എന്നാണ് 1899. ഇങ്ങനെ നിങ്ങളോട് ആര് കൊണ്ടുവന്നെന്ന് ഇവിടെ നിന്ന് ചോദിക്കാറില്ല. ഞാനൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ എന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ എഫക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി. പക്ഷെ നമ്മളിപ്പോൾ അഡീഷണൽ ഒരു കാര്യം പഠിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണ് ബാൻഡ് വാഗൻ, സ്നോ ബാൻഡ്, വെബ്ലൻ എഫക്റ്റ് നോക്കിയാലോ? ബാൻഡ് വാഗൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹേർഡ് മെൻറ്റാലിറ്റിയില്ലേ, അതായത് നമ്മൾ ചെമ്മരിയാടെ കൂട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അതായത് ഇപ്പോൾ എല്ലാവരും ചെയ്യണ പുറകെ ഞാനും പോകുന്നു. എല്ലാവരും ഒരു ഫാഷനിലാണ്, ആ ഫാഷൻ എനിക്ക് ഫോളോ ചെയ്യണം, ആ ട്രെൻഡിൻ്റെ ഒപ്പം എനിക്കും പോകണം. എല്ലാവരുടെയും കയ്യിൽ ബാഗി ജീൻസാണ്, എനിക്കും ബാഗി ജീൻസ് വേണം. എല്ലാവരുടെയും കയ്യിൽ പ്രീമിയം ഫോണാണ്, അതുകൊണ്ട് എനിക്കും പ്രീമിയം ഫോൺ വേണം. അതായത് എല്ലാവരുടെയും കയ്യിൽ ഐഫോണാണ്, എനിക്ക് ഐഫോൺ വേണം. എല്ലാവരുടെയും കയ്യിൽ S26 ആണ്, എനിക്ക് S26 വേണം. ഫോണാണ് സാംസങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് വേണം. ഇപ്പോൾ എല്ലാവരും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് റിങ്ങുകളാണ് യൂസ് ചെയ്യുന്നത്, എനിക്കും അത് വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ് ആണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കും അങ്ങനെ വേണം. ഒരു ക്രൗഡിൻ്റെ ഒപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അതിനാണ് ബാൻഡ് വാഗൻ എഫക്റ്റ് എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി സ്നോ ബാൻഡ് വെബ്ലനിലേക്ക് വന്നാലോ? ഇവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്, വെബ്ലൻ എഫക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യം അങ്ങനെ പറയാം. പ്രൈസ് കൂടുമ്പോൾ, വെബ്ലനാണ് പറയുന്നത്, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നതിനെയാണ് എന്ത് പറയുന്നത്? വെബ്ലൻ എഫക്റ്റ്. എന്താണ്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നതിനെയാണ് വെബ്ലൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലക്ഷറി ഐറ്റംസ്, നമ്മൾ കുറച്ച് ഷോ ഓഫ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ലക്ഷറി ഐറ്റംസിനെയാണ് ഇത് മെയിൻലി മീൻ ചെയ്യുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ റോളക്സിൻ്റെ വാച്ച് ഞാൻ കെട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ നോക്കും. അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുക, ഒരു SUV കാർസ്, അപ്പോൾ അതിൻ്റെ വില കൂടുന്നതനുസരിച്ച് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യില്ലേ, അത് തന്നെയാണ് വെബ്ലൻ എഫക്റ്റ് വരുന്നത്. സ്നോ എഫക്റ്റ് ഏകദേശം അതാണ്, പക്ഷെ ഒരു ഡിഫറൻറ്റ് വരുന്നത് യുണീക്നെസ് ആണ്. അതായത് ഇവർക്ക് യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇടും, എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം ഇവർക്ക് വേണ്ട. അതാണ് സ്നോബ് എഫക്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ റോളക്സ് വാച്ച് തന്നെ ഇരിക്കട്ടെ, റോളക്സ് വാച്ച് എല്ലാവരുടെയും കയ്യിലില്ല, എന്നാലും എല്ലാവരും കയ്യിൽ അതുണ്ടെങ്കിൽ എനിക്ക് ആ കമ്മോഡിറ്റി വേണ്ട. അതിനാണ് സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോൾസ് റോയ്സിൻ്റെ കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ കാറിൽ എന്താ, ആ ഒരു കളറിൽ റെഡ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ടാവും, മെറൂൺ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതല്ലാതെ ഇപ്പോൾ മെറൂൺ കളറിൽ ആ ഒരു ഷെയ്ഡിൽ ആ ഒരു ഒറ്റ കാർ ഉണ്ടാവും. സോ സ്നോബ് എഫക്റ്റ് ഉള്ളവരെന്താ, ആ കാറായിരിക്കും ചൂസ് ചെയ്യുന്നത്, കാരണം അവർക്ക് ആ യുണീക്നെസ് ആണ് അവന്. ക്ലിയർ അല്ലേ? വെബ്ലനും സ്നോബും തമ്മിൽ എന്താണ് ക്ലിയർ അല്ലേ? സ്നോബിൻ്റെ എന്താണ് വരുന്നത്? യുണീക്നെസ് ആണ്. വെബ്ലന് വരുന്നത് എന്താണ്? കൺസ്പീഷ്യസ് കൺസംഷൻ ആണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ക്ലിയർ അല്ലേ? ഇനി ഈ ഏരിയയിൽ നിന്ന് നമ്മുടെ ഡിമാൻഡിൽ നിന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ്. ഇതൊരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രലും എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. എന്താ ചോദിക്കുന്നത്? ദ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ P = 100 - 2Q, വേർ P എന്ന് പറഞ്ഞാൽ പ്രൈസ്, Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. മാർക്കറ്റ് പ്രൈസ് 40 എന്ന് കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമർ സർപ്ലസ് കാണാം. ഓക്കെ, കൺസ്യൂമർ സർപ്ലസ് കാണാൻ നമ്മുടെ ഇക്വേഷൻ, കൺസ്യൂമർ സർപ്ലസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ P of X മൈനസ് P into X. ഓക്കെ, ഇനി പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? P into X മൈനസ് ഇൻ്റഗ്രൽ എഴുതിയതിനൊരു കുഴപ്പമുണ്ട്, ഇൻ്റഗ്രൽ P of X എന്നോ F of X എന്നോ എന്തെഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഇതാണ് കൺസ്യൂമർ സർപ്ലസിൻ്റെ പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രലും പഠിച്ചാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോബ്ലം ടൈപ്പ് കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ പ്രോബ്ലംസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ കൺസ്യൂമർ സർപ്ലസിൻ്റെ ഇക്വേഷൻ അറിയില്ല. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനും പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ നമ്മളൊരു ലാഗ് ആവും, ഈ ഒരു പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ വലിയ വീഡിയോ ആവും, അതുകൊണ്ട് മാത്രമേ സ്കിപ്പ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോയാൽ തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷനിലേക്ക് വരും. നമ്മുടെ ട്രഡീഷണൽ ആൻഡ് മോഡേൺ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വരുന്നത് നമ്മൾ കോബ് ഡഗ്ലസ്, സെസ്. കോബ് ഡഗ്ലസിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കും, സെസ്സിൽ നിന്നും ചോദിക്കും. കോബ് ഡഗ്ലസ് ഓർ സെസ് എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ട് ചോദിക്കും. ഈ ഐസോക്കൻ്റെ ഐസോ കോസ്റ്റ് ആ ഒരു കർവുകൾ അല്ലെങ്കിൽ
എന്താ പറയുക, അതിനെ ബേസ് ചെയ്ത് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ സ്ലോപ്പിനെ ആസ്പദമാക്കിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ ഹാരോഡ് ഹിഗ്സിൻ്റെ വേർഷനെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇതിന്നൊരു പ്രോബ്ലം നോക്കിയാലോ? ഞാൻ പറഞ്ഞില്ലേ കോബ്രാഗ്ലസ് ഇതൊരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ, ഏത് ടൈപ്പും ചോദിക്കാം. എന്താ ചോദിച്ചാൽ ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ട്. കോബ്രാഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഏത് റിട്ടേൺ ആണ്? എന്താ കോബ്രാഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താ? നമ്മുടെ എ എൽ ആൽഫ കെ റേസ് ടു ബീറ്റ, ഇങ്ങനെ ഒരു ഇക്വേഷൻ അല്ലേ നമുക്ക് വരുന്നത് അല്ലേ? y ഈക്വൽസ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ q ഈക്വൽസ്, ഔട്ട്പുട്ടിനോടാണ് q ഈക്വൽസ്. ഓക്കെ, q ഈക്വൽസ് എ എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ എന്നാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസിയാണ്, മാർജിൻ അല്ലെങ്കിൽ ടെക്നിക്കൽ എഫിഷ്യൻസി. എൽ ലേബർ, കെ ക്യാപിറ്റൽ. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറിന്റെ ഷെയർ, ഔട്ട്പുട്ടിലേക്ക് ലേബറിന്റെ ഷെയർ. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റലിന്റെ ഔട്ട്പുട്ടിലേക്കുള്ള ഷെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൽഫ പ്ലസ് ബീറ്റ കാണണം. ഇതിൽ കോൺസ്റ്റന്റ് ആണോ ഇൻക്രീസിങ് ആണോ എന്ന് അറിയണം. ഇതിനകത്ത് ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 വന്ന ഇൻക്രീസിങ്, ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 വന്ന ഡിക്രീസിങ്, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 വന്ന കോൺസ്റ്റന്റ്. ഇത്രയും കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ എന്താ ചെയ്യുക? ആഡ് ചെയ്താൽ മാത്രം പോരെ. അപ്പോൾ എന്താ 1/4 പ്ലസ് 3/4, 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി കോൺസ്റ്റന്റ്. ക്ലിയർ അല്ലേ? എന്താ ചെയ്യേണ്ട? ഈ ആൽഫേനെയും ബീറ്റേനെയും ആഡ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ ഈക്വൽ ടു ആണോ തന്നെ നോക്കുക. അപ്പോൾ ഏതാണ് വരുന്നത് അതാണ് നമ്മുടെ ആൻസർ. അടുത്ത മോഡൽ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. ഇതിന്റെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ അകത്ത് മൊണോപോളി, ഒളിഗോപോളി, മൊണോപോളിസ്റ്റിക് എല്ലാം പഠിക്കണം. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത് വെച്ചാൽ ആ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് എം സി ഈക്വൽ ടു എം ആർ, എം സി കച്ച് എം ആർ ഫ്രം ബിലോ, അത് പഠിക്കണം. അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടീഷനല്ല, പി ഈക്വൽ ടു എം ആർ ആണോ അതെയോ പി ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ പി ലെസ് ദാൻ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് കൃത്യമാണ്. പി ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്, അത് നോക്കി വയ്ക്കുക. പിന്നെന്താ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒളിഗോപോളിയാണ്. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? ഒളിഗോപോളി. ഒളിഗോപോളിയിൽ തന്നെ കൊളൂസീവും നോൺ കൊളൂസീവ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോൺ കൊളൂസീവ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത്. അതായത് നമ്മുടെ കുർണോട്ട്, ബെട്രാൻഡ്, സ്റ്റാക്കിൾബർഗ്, ചെമ്പർലിൻ, കിങ്ഡം ഡിമാൻഡ് കർവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഉറപ്പായിട്ടും വരും. അപ്പോൾ അതിൽ നിന്ന് ചോദ്യം ഡ്യുവോപോളി മോഡൽ ഇൻ വിച്ച് കണ്ടിന്യൂസ് ഓസിലേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് പ്രൈസ് ബിറ്റ്വീൻ ദ മോണോപോളി പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ എഡ്ജ്വർത്ത് മോഡലാണ്. ഏതാണ്? ഓപ്ഷൻ എ എഡ്ജ്വർത്ത് മോഡലാണ്. അതായത് ഈ ഓരോ മോഡൽസും ആദ്യം കുർണോഡിൻ്റെ മോഡലാണ് 1838, അതിനുശേഷം ബെട്രാൻഡ് 1883, അതിനുശേഷമാണ് എഡ്ജ്വർത്തിൻ്റെ ഒരു ബെട്രാൻഡ് ഒരു മോഡിഫിക്കേഷൻ പോലെ. ബെട്രാൻഡ് അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അങ്ങനെയല്ല ലിമിറ്റഡ് സപ്ലൈ ഉണ്ടെന്നാണ് എഡ്ജ്വർത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ലിമിറ്റഡ് സപ്ലൈ ആണ്. അത് മാത്രമല്ല എന്താ പറയുന്നത്, എഡ്ജ്വർത്ത് പറയുന്നത് ഈ ബെട്രാൻഡ് പറഞ്ഞ പോലെ എപ്പോഴും പ്രൈസ് ഈക്വൽ ടു എം സി വരെ പോവില്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല. ശരിയാണ്, പ്രൈസ് കട്ട് ചെയ്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരെ വരും, അതിനുശേഷം പ്രൈസ് റൈസ് ചെയ്ത് മോണോപോളിയിലേക്ക് എത്തും, വീണ്ടും അങ്ങനെ എന്താ കുറച്ച് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് വരും, പിന്നെ അവർ കൂടി മോണോപോളി. അതായത് പ്രൈസ് ഇതാ ഓസിലേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്ന ആളാരാണ്? എഡ്ജ്വർത്ത് ആണ്. ഈ ക്വസ്റ്റ്യൻ 2-3 വട്ടം ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ജനറൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഏരിയ എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉലോസ് തിയറം ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഡോർ ഹിഗ്സിൻ്റെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോസിബിലിറ്റി, ആരോടെ ഇമ്പോസിബിലിറ്റി, സെക്കൻഡ് ബെസ്റ്റ്, മോറൽ ഹസാർഡ്, അഡ്വേഴ്സ് സെലക്ഷൻ, എക്സ്റ്റേണാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ഓഫ് റിസ്ക്, ഇത് ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സ് ഹു അസ്യൂം ദാറ്റ് പ്രോഫിറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഡിഗ്രി ഓഫ് മോണോപോളി എന്ന് പറയുന്നത് ആരാണ്? അത് വരുന്ന ഓപ്ഷൻ സി മൈക്കൽ ഖലീക്കിയാണ്. ഖലീക്കിയുടെ തിയറി, അതായത് നാഷണൽ ഇൻകം, അതായത് പ്രോഫിറ്റും വേജസ് ഡിഗ്രി ഓഫ് മോണോപോളിനെ ആസ്പദമാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഖലീക്കി പറഞ്ഞത്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ 4 മൊഡ്യൂൾസിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം മൈക്രോത്തോം വാസ്റ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കറൻറ്റ്ലി 30 days ക്രാഷ് ബാച്ച് നമ്മുടെ CCയിൽ റണ്ണിങ് ആണ്. ഇനി ലാസ്റ്റ് ഒരു ടച്ചപ്പ്, അവസാനത്തെ ഒരു ഓട്ടത്തിൽ നിങ്ങൾക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CCയിൽ ജോയിൻ ചെയ്യാം. നമുക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 9746455514 ആണ് നമ്മുടെ നമ്പർ വരുന്നത്. അപ്പോൾ CCയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അത് കൂടാതെ തന്നെ നമുക്കൊരു ഫ്രീ ഗ്രൂപ്പും ഉണ്ട്, ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽസ്, പോൾസ് ആയിട്ടൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്